ഹായ് എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമ്മുടെ കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഷവർമ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതിന് ആദ്യം വേണ്ടത് കുബൂസാണ്. അപ്പോൾ ഞാൻ കുബൂസ് ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ റെസിപ്പിയുടെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ട് കൊടുക്കാം. കാരണം ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കുബൂസിനെ കുറിച്ചിട്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ട്, ഒന്ന് കണ്ടു നോക്കണേ. അപ്പോൾ നമുക്കിനി നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ അതിനായി ഇതുപോലെ എല്ലില്ലാത്ത പീസ് ചിക്കൻ എടുക്കുക. അതിലേക്ക് അല്പം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. ഞാൻ ഏകദേശം 200 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ടാകും കേട്ടോ. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. കുരുമുളക് പൊടി ഈ ഒരു 200 ഗ്രാമിന് ഒരു ടീസ്പൂൺ മതി. അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ എന്താ വെച്ചാൽ നമ്മളെന്താ പറയുക, സാധാരണ തൈരില്ലേ, വീട്ടിലുണ്ടാകുന്ന സാധാരണ തൈര് തന്നെ, യോഹട്ടൊന്നുമല്ല, തൈര് 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഇതിലേക്ക് അല്പം മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു ടീസ്പൂൺ മുളക് പൊടിയും തന്നെ ഇട്ടിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ട് ഒരു അരമണിക്കൂർ ഇരിക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും. അത് ചിക്കനിലൊക്കെ ഒന്ന് എന്താ പറയുക പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനിയിപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഓയിൽ എടുക്കാവൂ, ഫ്ലേവർലെസ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഓയിൽ എടുക്കാവൂ. അല്ലെങ്കിൽ എന്താ പറയുക, വെളിച്ചെണ്ണ എടുക്കാനേ പാടില്ല. കാരണം നമ്മൾ ചിക്കനിൽ വെളിച്ചെണ്ണ ചുവയുണ്ടാവും. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ചിക്കൻ ഏകദേശം പകുതിയോളം വെന്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒന്ന് സൈഡ് മറിച്ചിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഓവറായിട്ട് ക്രിസ്പി ആയിട്ട് വേവേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ ഏകദേശം എല്ലാം മുഴുവനായിട്ട് തന്നെ വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലൊരു സോഫ്റ്റ് ഉണ്ടാകണം. സോഫ്റ്റ്നെസ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ തൈര് ചേർക്കുന്നത്. അപ്പോൾ നമുക്കിത് കോരി മാറ്റാം. ഓവർ ഹാർഡായി ഇതായി ക്രിസ്പി ആയി കഴിഞ്ഞാൽ ചിക്കൻ ഭയങ്കര ഹാർഡായിപ്പോവും. അപ്പോൾ നമുക്ക് ചിക്കൻ മാറ്റിയതിന് ശേഷം ചിക്കൻ കട്ട് ചെയ്തെടുക്കണം. അതിന് വേണ്ടി കുറച്ച് തണുക്കട്ടെ. അപ്പോൾ തണുത്തതിന് ശേഷം ചിക്കൻ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ ചെറിയ ചെറിയ പീസ്, എന്നാൽ നന്നായി ചെറുതാവാനും പാടില്ല. അത്യാവശ്യം നമ്മൾ ഷവർമയൊക്കെ കണ്ടിട്ടില്ലേ, ആ ഒരു രീതിയിൽ വേണം. അപ്പോൾ ചിക്കൻ ഞാൻ റെഡിയാക്കി കഴിഞ്ഞു. ഇനി അതിലേക്ക് എന്താ പറയുക, കപ്പാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യത്തിന് ക്യാബേജ് എടുക്കാം. അതുപോലെ തന്നെ ഒരു അരക്കപ്പോളം നമ്മൾ കക്കിരിക്കയില്ലേ, അതെടുക്കാം. പിന്നെ ഞാനിപ്പോൾ തക്കാളി എടുത്തിട്ടുണ്ട്. തക്കാളിയും കൂടെ, ഇതൊക്കെ നിങ്ങൾ ഇഷ്ടത്തിന് ഇടാം കേട്ടോ. കുറച്ച് ക്യാരറ്റും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് പിന്നെ ഒരല്പം കുരുമുളക് പൊടി, അല്പം എന്ന് വെച്ചാൽ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് കൂടുതൽ എടുക്കാൻ പാടില്ല, അപ്പോൾ ഫ്ലേവർ കൂടി നിൽക്കും. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ അതിലേക്ക് കുറച്ച് വിനാഗിരി, ഞാനിപ്പോൾ വിനാഗിരി ആഡ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ചെറുനാരങ്ങ നീര് ഒരു 1.5 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീരും ആഡ് ചെയ്ത് കൊടുക്കാം. വിനാഗിരി ആയതുകൊണ്ട് 1 ടേബിൾ സ്പൂണാണ് ആഡ് ചെയ്തത്. പിന്നെ അതിലേക്ക് മയോണൈസും ഞാൻ ചേർക്കുന്നുണ്ട്. അപ്പോൾ മയോണൈസ് എന്ന് വെച്ചാൽ ഞാൻ മയോണൈസ് മുന്നേ ഇട്ടിട്ടുണ്ട് അതിൻ്റെ വീഡിയോ. അപ്പോൾ അതും കാണാത്തവരുണ്ട്, അതിൻ്റെ വീഡിയോ ഞാൻ താഴെ ലിങ്ക് കൊടുക്കുന്നുണ്ട്, അത് കണ്ടു നോക്കാം. പിന്നെ അതിലേക്ക് നമ്മൾ സാധാരണ ടൊമാറ്റോ സോസും കൂടെ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ചിലവർ ഇതുപോലെയല്ല, മയോണൈസ് വേറെ തന്നെ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ ഇങ്ങനെ ഇതിൽ മിക്സാക്കി എടുക്കുകയാണ്. ഇനി നമുക്ക് ഷവർമ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു ബട്ടർ പേപ്പർ എടുക്കാം. ബട്ടർ പേപ്പറിൽ സാധാരണ ഏതെങ്കിലും പേപ്പർ ആയാലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് അതിലേക്ക് നമ്മൾ കുബൂസ് വെച്ച് കൊടുക്കാം. കുബൂസ് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കിയ ക്രീമി ഫില്ലിംഗ് ഇല്ലേ, ആ ഫില്ലിങ് ഇതിലേക്ക് ഒന്ന് നിറച്ച് കൊടുക്കുക. നിറയെ മുഴുവനായിട്ട് വേണ്ട, ഞാനതിൽ കാണിക്കുന്നത് പോലെ മാത്രം ചെയ്താൽ മതി, അല്ലെങ്കിൽ ഫുൾ പുറത്തേക്ക് ചാടിപ്പോവും. അപ്പോൾ ഇതുപോലെ ചെയ്തതിന് ശേഷം കുബൂസ് ഇതുപോലെ ഫോൾഡ് ചെയ്താൽ മതി, കൂടുതൽ ഫോൾഡ് ചെയ്യേണ്ട, അത്രയേ വേണ്ടൂ. എന്നിട്ട് ഈ ബട്ടർ പേപ്പർ ഇത്രയും വലിപ്പം വേണം. ബട്ടർ പേപ്പർ ഓവർ റോളിങ് വേണ്ട. ഇതുപോലെ ആക്കിയിട്ട് അതിൻ്റെ സൈഡിൽ നിന്ന് ഇപ്പോൾ ബാക്ക് വശം വരുന്ന സംഭവമാണ്, അതിങ്ങനെ ഉള്ളിലേക്ക് മടക്കി കൊടുക്കാം. എന്നിട്ട് തിരിച്ച് പിടിച്ചിട്ടാണ് നമ്മൾ കഴിക്കുക. അപ്പോൾ കഴിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, മുന്നൊന്ന് ഇതുപോലെ ജസ്റ്റ് ഒന്ന് സൈഡിലേക്ക് മടക്കി കൊടുക്കണം, എന്നാലേ നമുക്ക് കഴിക്കാൻ സൗകര്യം ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ എല്ലാം നമുക്ക് ചെയ്തെടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന കുബൂസും അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന, എനിക്ക് കുബൂസ് കടയിൽ നിന്ന് വാങ്ങിക്കുന്നതാണ്, ഇത് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ ഞാനിപ്പോൾ എല്ലാം ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. എനിക്കിപ്പോൾ 5 പീസാണ് ഞാനിപ്പോൾ ഇതിൽ കാണിച്ചിരിക്കുന്നത്. ശരിക്കും എനിക്ക് 6 പീസേ ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ ഇങ്ങനെ വെക്കാൻ വേണ്ടിയിട്ട് സൗകര്യത്തിന് വേണ്ടിയിട്ട് 5 പീസ് എടുത്തതാണ്. അപ്പം പെട്ടെന്ന് എല്ലാവർക്കും തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ റെസിപ്പിയാണ്. ചിലവർ ആദ്യമേ എന്താ പറയുക, മൈനസ് കുബൂസിൽ സ്പ്രെഡ് ചെയ്തിട്ട് അതിൻ്റെ മേലെ സോസ് ഇട്ടിട്ട് എന്നിട്ട് പച്ചക്കറി ഇടുന്നവരുണ്ട്. എനിക്കതിലും ടേസ്റ്റി ആയിട്ട് തോന്നുന്നത് ഇങ്ങനെയാണ്. ഇതാകുമ്പോൾ പച്ചക്കറിയിലൊക്കെ ക്രീം പോലെ ഇറങ്ങി നിൽക്കും മയോണൈസ്. അപ്പോൾ തീർച്ചയായിട്ടും റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.